നമ്മുടെ സരോവരം ബയോ പാർക്ക് ഒരുപാട് പേർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. രാവിലെ പ്രഭാത സവാരി നിങ്ങളിലും പലരും വരാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തുടങ്ങി രാത്രി വരെ, വൈകിട്ട് വരെ ഇവിടെ ആളുകൾ ഉണ്ടാകാറുണ്ട്. കോഴിക്കോട് നഗരത്തിൽ വരുന്ന മറ്റു ജില്ലകളിലുള്ളവരും അതുപോലെ സഞ്ചാരികളൊക്കെ പ്രധാനമായും വരുന്നൊരു കേന്ദ്രമാണ്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ ബയോ പാർക്കിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ ചില പദ്ധതികൾ നടപ്പിലാക്കി. 1,74,00,000 രൂപയാണ് ഇതിനു വേണ്ടി ടൂറിസം വകുപ്പ് ചെലവഴിച്ചത്. ഇപ്പോൾ വീണ്ടും മറ്റു ചില കാര്യങ്ങൾ കൂടി ഇവിടെ സരോവരം ബയോ പാർക്കിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സരോവരം ബയോ പാർക്കിന്റെ സമഗ്രമായ ഒരു നവീകരണമാണ് ടൂറിസം വകുപ്പ് ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തുടക്കം 2,19,00,000 രൂപയുടെ പദ്ധതിക്ക് ഇപ്പോൾ ഭരണാനുമതി നൽകുകയുണ്ടായി. അതിന്റെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒന്നൊരു ഓപ്പൺ എയർ തിയേറ്ററാണ്. അതുപോലെ തന്നെ ബയോ പാർക്കിനുള്ളിൽ നിലവിൽ കല്ലുപാകിയ നടപ്പാത, റെയിൻ ഷെൽട്ടറുകൾ, കുട്ടികളുടെ പാർക്ക്, ചുറ്റുമതിൽ, മരം കൊണ്ടുള്ള ചെറു പാലങ്ങൾ, സെക്യൂരിറ്റി ക്യാബിൻ, കവാടം എന്നിവ നവീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് നല്ലൊരു പാർക്കാക്കി അതിനെ മാറ്റണം. അതുപോലെ തന്നെ നല്ല നടപ്പാതയാക്കണം. ഇതൊക്കെ ഒരു പ്രധാന ആവശ്യമായി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇടപെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു CCTV ക്യാമറ വേണമെന്നുള്ള ആവശ്യം വലിയ നിലയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളും കുടുംബവും ഉൾപ്പെടെ ഒരുപാട് പേർ ഇവിടെ വരുന്നതാണ്. അപ്പോൾ അതും സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ഇരിപ്പിടങ്ങളൊക്കെ പലതും തുരുമ്പെടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ചിലത് പൊട്ടിയിട്ടുണ്ട്, ഇവ നന്നാക്കേണ്ടതുണ്ട്. വിളക്ക് കാലുകളിൽ കേടായവ നന്നാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിവിധ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിന് എത്തിച്ചേരുന്ന ഓപ്പൺ സ്റ്റേജും പരിസരവും മഴ പെയ്താൽ വലിയ പ്രശ്നമാണ്. മഴ കൊള്ളുകയാണ് ആൾക്കാർ. മഴ നനയാതെ ഇരിക്കുവാനുള്ള ചെറുതും വലുതുമായ റെയിൻ ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നുണ്ട്. ഒരു കഫറ്റീരിയ, നിങ്ങൾക്കൊക്കെ വരുമ്പോൾ ഒന്ന് പോയി ഒരു ജോലിൻ്റെ സമയത്തും അല്ലാത്ത സമയത്തൊക്കെ സമയം ചെലവഴിക്കുക. ഒരു കഫറ്റീരിയ വരുന്നുണ്ട്. CCTV പ്രശ്നമാണ്, അതൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞ കുടുംബമായിട്ട് വരാൻ പറ്റും എന്നുള്ളതാണ്. ഒക്കെ വരാൻ വേണ്ടി പറ്റും, സുഹൃത്തുക്കളായിട്ട് വരാൻ പറ്റും. കഫറ്റീരിയയിൽ വന്ന് അതിനുള്ളൊരു സൗകര്യം ഒരുക്കുന്നുണ്ട്. അമ്യൂണിറ്റി സെന്റർ, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയുടെ നവീകരണം നടത്തണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തും. നിങ്ങളെല്ലാവരുടെയും സഹകരണം ഇതിൽ പ്രതീക്ഷിക്കുന്നു. ദീർഘകാലമായി നമ്മൾ സരോവരം ബയോ പാർക്കിന്റെ നവീകരണം നടത്തണമെന്നുള്ളത് കഴിഞ്ഞ വർഷം അതിന്റെ തുടക്കട്ടു ഇപ്പോൾ അടുത്ത നിലയിൽ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ള നിലയിൽ സരോവരം ബയോ പാർക്കിന്റെ നവീകരണം ടൂറിസം വകുപ്പ് ഏറ്റെടുത്തിരിക്കുക. വർക്ക് ഉടനെ, ഇനിയിപ്പോ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിയ ഉടനെ കാര്യങ്ങൾ ചെയ്തു മുന്നോട്ട്. ഈ മുഖ്യമന്ത്രിയുടെ ഹിന്ദു പത്രത്തിലെ ലേഖനം, അതിനെതിരെ രമേശ് ചെന്നിത്തലയും അതേപോലെ തന്നെ PM സലാം ഉൾപ്പെടെയുള്ള, അതായത് UDF നേതൃത്വം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? അതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ്. ഒന്ന്, മുഖ്യമന്ത്രി ദ ഹിന്ദു ദിനപത്രത്തിനാണ് അഭിമുഖം നൽകിയിട്ടുള്ളത്, വിഷ്വൽ മീഡിയക്കല്ല. മുഖ്യമന്ത്രി എന്തു പറഞ്ഞു എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനിയിപ്പോ ഹിന്ദുവിൽ അച്ചടിച്ചു വന്ന കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഒരു തരത്തിലും ഏതെങ്കിലും ഒരു പ്രദേശത്തിനെ മോശമാക്കുന്ന ഒരു നിലപാട് കൈക്കൊണ്ടിട്ടില്ല. നമുക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ്. ഈ പൊളിറ്റിക്കൽ അജണ്ട കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന UDF വേണ്ടിയാണ്. നമുക്കറിയാം, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാലും LDF ആയാലും LDF ഭരിച്ച സർക്കാരുകളായാലും മലപ്പുറം ജില്ലയുടെ വികസനത്തിന് വലിയ നിലയിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ല എടുത്തു കഴിഞ്ഞാൽ 2016 മുതൽ എടുത്ത് പരിശോധിച്ച, അപ്പോൾ പശ്ചാത്തല വികസന മേഖല എടുത്ത് പരിശോധിച്ച മലയോര ഹൈവേ നല്ല നിലയിൽ അതിന്റെ പ്രവൃത്തി മുന്നോട്ട് പോകുന്നു. തീരദേശ ഹൈവേ കേരളത്തിലെ ഏതൊരു ജില്ലക്കും മാതൃകയാവാവുന്ന നിലയിൽ ചിലയിടങ്ങൾ പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയി.
NH66 പ്രവൃത്തി ഏറ്റവും വേഗത്തിൽ നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. അതിൽ സംസ്ഥാന സർക്കാർ നല്ല ഫണ്ട് അതിന്റെ ഭൂമി ഏറ്റെടുക്കലിനും മറ്റുമായിട്ട് ഏറ്റെടുത്തു. എന്തോ ഒരു സാധനം വീഴുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്യുന്നു. ഇതിന്റെ തിരക്കിൽ മറന്നുകൊണ്ട. അപ്പോ ആ നിലയിൽ ചെയ്യുന്നു. പിന്നെ ഓരോ വകുപ്പും എടുത്ത് പരിശോധിച്ചാൽ ഈ 8 വർഷം ഒട്ടേറെ കാര്യങ്ങൾ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇനി രാഷ്ട്രീയ നിലപാടെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന BJP വിരുദ്ധ മനസ്സുകളിൽ BJPയോട് താല്പര്യമുള്ള ഒരാളായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന BJP വിരുദ്ധ മനസ്സുകളിൽ മുഖ്യമന്ത്രി വിശ്വാസമാണ്. BJPക്കെതിരെ ശക്തമായ നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കും എന്ന് BJP വിരുദ്ധ മനസ്സുകളിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളിലും മനസ്സിലൊരു പോസ്റ്റർ ഒട്ടിച്ചതുപോലെ പതിഞ്ഞതാണ്. അപ്പൊ അതിനെ പൊളിക്കണം എന്നുള്ളതാണ് പ്രശ്നം. ഇന്ത്യയിൽ തലക്ക് RSS വെട്ടി ഇനാം പ്രഖ്യാപിച്ച ഏക മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെ പൊളിച്ചാൽ മാത്രമേ ഇനി അധികാരത്തിലെത്താൻ പറ്റൂ. ഇനിയും അധികാരത്തിലെത്തിയിട്ടില്ലെങ്കിൽ സംഗതി പോക്കാണ്. വെട്ടിപ്പും തട്ടിപ്പും നടത്തി മുന്നോട്ട് പോകാതെ UDFന് ഒരടി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അതിന്റെ ഭാഗമായിട്ടുള്ളൊരു നിലപാടാണ് ഇതിൽ UDF സ്വീകരിക്കുന്നത്. എന്നാൽ ഇതിൽ UDFന് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയത ഇനിയും ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ്. UDFന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായിട്ടാണ് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. UDFന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായി ജമാഅത്ത് ഇസ്ലാമിയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അവരുമായി ബന്ധപ്പെട്ട പല സ്ഥാപനങ്ങളും ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ മലപ്പുറം ജില്ല തന്നെ എടുത്താൽ ഏത് സർക്കാർ കേരളത്തിൽ ഭരിക്കുമ്പോഴാണ് മലപ്പുറം ജില്ലയ്ക്ക് രൂപം കൊടുത്തത്? ആരായിരുന്നു മുഖ്യമന്ത്രി? സഖാവ് EMS ആയിരുന്നു മുഖ്യമന്ത്രി. EMS നയിച്ച സർക്കാരാണ് മലപ്പുറം ജില്ലയ്ക്ക് രൂപം കൊടുത്തത്. ഇനി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള ജനങ്ങൾ വലിയ പോരാട്ടം നടത്തിയിട്ടുണ്ട്. അതിൽ മലപ്പുറം ജില്ലയിൽ നിർണായക പങ്കുവച്ചു. മലപ്പുറം ജില്ലയിലെ ജനതയും അതിൽ പോരാട്ടം നടത്തി നിരവധി പേർ രക്തസാക്ഷികളായിട്ടുണ്ട്. എന്നാൽ ആ പോരാട്ടത്തെ മാപ്പിള ലഹള എന്ന് വിശേഷിപ്പിച്ച് മതവർഗീയ അജണ്ട സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തി, വലിയ നിലയിൽ നടത്തി. എന്നാൽ അത് മാപ്പിള ലഹളയായിരുന്നില്ല, അത് കർഷക സമരമാണ്, അത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് കണക്കാക്കി അതിൽ പങ്കുകൊണ്ടവർക്ക് പെൻഷൻ നൽകണം എന്ന തീരുമാനം കൈക്കൊണ്ട കടലാസിൽ ഒപ്പുവെച്ച മുഖ്യമന്ത്രിയുടെ പേരും സഖാവ് EMS ആണ്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഓരോന്നും ഞാൻ പറയുന്നില്ല, ഓരോന്നെടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാവുന്ന കാര്യമാണ്. എന്നാൽ ഇതൊക്കെ മറച്ചുവെച്ച് BJP കേരളത്തിലെ മനസ്സുകളിൽ മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷത്തിന്റെയും വിശ്വാസ്യത തകർക്കുക, അതിലൂടെ UDFനെ അധികാരത്തിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി UDF, ജമാഅത്ത് ഇസ്ലാമി, കനകൂലു കേന്ദ്രങ്ങൾ ആലോചിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. UDFന്റെ സ്ലീപ്പിംഗ് പാർട്ണറെ പോലെയാണ് ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ വർഗീയ കലാപമില്ല, വർഗീയ ധ്രുവീകരണമില്ല. ഏത് മതവർഗീയ നീക്കങ്ങളെയും ശക്തമായി എതിർക്കുന്ന നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത്, ഇടതുപക്ഷ സർക്കാരിനുള്ളത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളത്. കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ മതവർഗീയത ആളിക്കത്തിച്ച് അവരെ തീവ്രവാദ ലൈനിലേക്ക് കൊണ്ടുപോകുവാനുള്ള വലിയൊരു ശ്രമം ചിലർ നടത്തുന്നുണ്ട്. ആ ശ്രമം നടത്തുന്നവർക്ക് ഇടതുപക്ഷം കണ്ണിലെ കരടാണ്. കാരണം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഇടതുപക്ഷത്തെ വിശ്വാസമാണ്. ഇടതുപക്ഷം മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കും എന്നവർക്കറിയാം. അതിനെ പൊളിച്ചാൽ മാത്രമേ, കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഇല്ലാതായാൽ മാത്രമേ മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ സാധിക്കൂ എന്ന് അറിയുന്ന ശക്തികളാണ് ഇതിൽ ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്നത്. ഇവരെയൊക്കെ പാലൂട്ടി വളർത്തുകയാണ് UDF ചെയ്യുന്നത്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഇന്റർവ്യൂ. അതിൽ മറ്റു കാര്യങ്ങൾ എന്താണെന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ബാക്കി കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ പറയും. ഇപ്പോ ഒരു എയർപോർട്ടിൽ നിന്നും പിടിച്ചാൽ ആ എയർപോർട്ടിന്റെ പേര് കൂടി വരും. ഇപ്പൊ അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നാണ് സ്വർണം പിടിച്ചെങ്കിൽ അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് വരും.
കൊച്ചി എയർപോർട്ടാണെങ്കിൽ കൊച്ചി എയർപോർട്ടിൽ സ്വർണം പിടിച്ചു എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ ജനങ്ങളെ ആകെ മോശമാക്കലാണോ? അങ്ങനെയാണോ? അങ്ങനെ പറയുന്ന രീതി ശരിയാണോ? അപ്പൊ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയാറില്ലേ, കൊച്ചി എയർപോർട്ട് എന്ന് പറയാറില്ലേ? അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളാകെ മോശമെന്നാ. ഇനി ഇത് കടത്തുന്ന ആളുകളൊക്കെ തന്നെ പല ഭാഗത്തുള്ളവരാ, പല ഭാഗത്തുമുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള അജണ്ട ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇത് ഞാനിപ്പറഞ്ഞ പൊളിറ്റിക്സ് ആണ്. ഈ പൊളിറ്റിക്സ് ആണ്. കേരളത്തിൽ LDF ഭരിക്കുന്ന കാലത്തോളം മതവർഗീയ അജണ്ടകൾ നടപ്പിലാക്കാനാകില്ല എന്നറിയുന്ന ശക്തികളാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത്.